ഇതെന്താ ത്രയ നീയൊന്നും കഴിക്കാത്തത്? ഒന്നും കഴിക്കാതിരിക്കുന്ന ശിവയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. എനിക്ക് വേണ്ട കണ്ണേട്ടാ, എന്തോ വിശപ്പില്ല. അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. തെറ്റ് ചെയ്തവരാണ് ശിവ തലകുനിക്കുന്നത്, നീ എന്തിനാ തെറ്റ് ചെയ്തു? ഗൗരവത്തോടെ കണ്ണൻ ചോദിച്ചതും ശിവ തലയുയർത്തി നോക്കി. അതിന് മോളൊന്നും കഴിച്ചില്ലല്ലോ, ദേ പ്ലേറ്റിലുള്ളത് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഈശ്വർ പറഞ്ഞതും ശിവ ദയനീയമായി നോക്കി. ത്രയ, വെറുതെ നോക്കിയിരിക്കാതെ കഴിക്കാൻ നോക്ക്. സ്വരം കുറച്ച് കടുപ്പിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ കഴിക്കാൻ തുടങ്ങിയവൾ. കണ്ണാ, ശിവയുടെ അഡ്മിഷനൊക്കെ ശരിയായില്ലേ? വീർ ചോദിച്ചു. ആ ശരിയായടാ, മൺഡേ മുതൽ പോവാം. ഞാനിവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ അവരാകെ ഞെട്ടിപ്പോയിരുന്നു. കണ്ണൻ പറഞ്ഞു. എങ്ങനെ ഞെട്ടാതിരിക്കും, ഇവൾ തോറ്റിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ എൻ്റെ പവിത്രമോൾ, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എൻ്റെ കൊച്ചുമോൾക്ക്. സൗദാമിനി പറഞ്ഞു. വീറും കണ്ണനും അർത്ഥം വെച്ച് തലയാട്ടി. അതായിരിക്കുമല്ലേ പ്രദീപങ്ങൾ ഇവൾക്ക് ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് അഡ്മിഷൻ എടുത്തത്? കണ്ണൻ ചോദിച്ചു. അവനങ്ങനെ ചോദിച്ചും അവർ മിണ്ടാതെ നിന്നു. നീ ബാക്കി പറയ്, മുത്തശ്ശൻ ഇടപെട്ടു. എൻ്റെ മുത്തശ്ശ, ഇവളായിരുന്നു കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഹോൾഡർ. ഇവളുടെ മാർക്ക് കണ്ടപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അഡ്മിഷൻ നടന്നു. കണ്ണൻ ശിവയെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവർ ചിരിച്ചു. അതേസമയം ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു. അവൾ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടതും അവൻ മതിമറന്ന് അവളെ നോക്കിയിരുന്നു പോയി. പക്ഷെ ത്രിലോക് നോക്കുന്നത് മഹിയും ഈശ്വറും കണ്ടിരുന്നു. അവർ പരസ്പരം ഒന്ന് നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ത്രിലോക് കൈ കഴുകി ആരെയും നോക്കാതെ മുകളിലേക്ക് പോയി. ഹേമ അവൻ പോകുന്നത് നോക്കി നിന്നപ്പോൾ തോളിലൊരു കൈ പതിഞ്ഞു. സന്തോഷമായോ ഹേമക്കുട്ടിക്ക്? സിദ്ധു ചോദിച്ചതും ഹേമ അവനെ നോക്കി ചിരിച്ചു. ആ, ഇനിയിപ്പോൾ നമ്മളെ ഒന്നും ആർക്കും വേണ്ടി വരില്ല. എങ്ങോ നോക്കിക്കൊണ്ട് കണ്ണൻ കുറുമ്പോടെ പറഞ്ഞതും ഹേമ അവനെ കണ്ണുരുട്ടി നോക്കി. ഒന്ന് പോടാ ചേക്ക, എനിക്ക് മക്കളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവനല്ലേ? അവൻ എന്നിൽ നിന്ന് അകന്ന് അവൻ്റെ അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് എന്നെ എത്ര നാളായി. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. നാളെ നീ ഒരു പെണ്ണ് കെട്ടി നിനക്കൊരു മകനോ മകളോ ഉണ്ടായി അവർ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവും എൻ്റെ വേദന എന്താണെന്ന്. ഹേമ പറഞ്ഞതും കണ്ണാൻ അവരെ ചേർത്ത് പിടിച്ചു. ഓ എൻ്റെ ഞാനമ്മേ, ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയില്ല അമ്മയുടെ വിഷമം. ഒരു പക്ഷേ ഞാനും അത് അറിയുന്നുണ്ട്. ഏട്ടൻ എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. കണ്ണൻ വിഷമത്തോടെ പറഞ്ഞു. ഓ, ഈ അമ്മയും മോനും കൂടി കണ്ണീർ പുഴ ഒഴുക്കുമല്ലോ. സോ ബാഡ്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ? മൂടൊന്ന് ചേഞ്ച് ചെയ്യാൻ കുഞ്ചു പറഞ്ഞതും ജാനകികളുടെ തലയിൽ കൊട്ടി. ആരാ ഈ പറയുന്നത്? 10-20 വയസ്സായിട്ട് കൊച്ചു ടി വിയും കണ്ട് ഇവിടെയുള്ള കൊച്ചു പിള്ളേരുടെ കൂടെ അടിയുണ്ടാക്കി അത് തീർക്കാൻ ഇവരെ വിളിച്ചു കൊണ്ട് പോകുന്ന നീയോ? ജാനകി പുച്ഛിച്ചുകൊണ്ട് പറയുന്നതും വീറും കണ്ണനും മനുവും സിദ്ധുവും അവളെ കളിയാക്കി ചിരിച്ചു. ശിവയ്ക്ക് ചിരി വന്നെങ്കിലും കുഞ്ചു നോക്കുന്നത് കണ്ടതും അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ദേ മാതാസ്ത്രീ, ഒരുമാതിരി ബൂർഷ അമ്മമാരെ പോലെ സംസാരിക്കരുത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു അമ്മയല്ലേ? ഇത്രയും മ്ലേച്ഛമായി സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് നിങ്ങൾ ഇങ്ങനെ പുച്ഛിക്കുന്നത്, അറിയോ? വലിയ ഗമയോടെ പറയുന്ന കുഞ്ചുവിനെ കണ്ടതും അവരെല്ലാവരും അവളെ ഉറ്റുനോക്കി. ഷേ, ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വരും. കുഞ്ചു കാൽ കൊണ്ട് ഫ്ലോറിൽ ഇന്ത്യയുടെ മാപ്പ് വരച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണനും വീറും മനുവും സിന്ധുവും ഒരുപോലെ ജാനകിയെ നോക്കി. ജാനകിയാണെങ്കിൽ ഇവൾ ഇതെന്തോന്ന് കാണിക്കുന്നെന്ന ഭാവത്തിൽ അവളെ തുറച്ചു നോക്കി. അല്ല, അതിന് നീ എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്? മനു ചോദിച്ചു. പിന്നല്ലാണ്ട്, ആ ഡോറയ്ക്ക് എങ്ങോട്ട് പോകാൻ അറിയില്ല. അപ്പോൾ പെണ്ണ് എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവരെ കൊണ്ടുപോയി അടിയുണ്ടാക്കുന്നത്. കുടുംബത്തിൽ തന്നെ ഗുണ്ടകളുള്ളപ്പോൾ ഞാൻ എന്തിനു പുറത്തുനിന്ന് ആളെ വരുത്തണം? ഒന്നുമില്ലെങ്കിലും ജിമ്മിൽ പോയി ഉരുട്ടിക്കയറ്റുന്നല്ലേ, പണിയെടുക്കട്ടെ എന്ന്. കുഞ്ചു പറഞ്ഞതും ഇനിയൊന്നും പറയാനില്ല എന്നുള്ള ഭാവത്തിൽ നിന്നു. ബാക്കിയുള്ളവർ അല്ലെങ്കിലും എന്തു പറയാൻ. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാൻ നിൽക്കുന്നത് സൗദാമിനിയും കുടുംബവും മാത്രമാണ്. മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ചന്ദ്രനെ നോക്കി സ്വിംഗ് ചെയറിൽ ഇരിക്കുകയാണ് ശിവ. ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ അവൾ ഇമചിമ്മാതെ നോക്കിയിരുന്നു. അതിലൊരു നക്ഷത്രം തന്നെ നോക്കി കണ്ണു ചിമ്മുന്നത് പോലെ അവൾക്ക് തോന്നി. ശിവ ആ നക്ഷത്രത്തിനെ നോക്കി ചിരിച്ചു. അമ്മ എൻ്റെ അമ്മയാണോ? അവൾ ആ നക്ഷത്രത്തെ നോക്കി ചോദിച്ചു. അവൾ ചോദിച്ചതിന് മറുപടി പോലെ ആ നക്ഷത്രം കൂടുതൽ ശോഭയോടെ തെളിഞ്ഞു നിന്നു. അറിയാം എനിക്ക്, അങ്ങനെ ഒന്നും എന്നെ വിട്ടു പോവാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല. അമ്മയ്ക്കറിയോ, ഇന്ന് എനിക്ക് 2 അമ്മമാരുണ്ട്, എൻ്റെ ഹേമാമ്മയും ജാനിയമ്മയും. പക്ഷെ ആരൊക്കെ വന്നാലും എൻ്റെ അമ്മയോളം വരില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, അവരെങ്കിലും ഉണ്ടല്ലോ എനിക്ക്. പിന്നെ ഉണ്ടല്ലോ അമ്മേ, ഇവരുടെ ഒരു മുത്തശ്ശിയും അവരുടെ കുടുംബവും വന്നിട്ടുണ്ട്. അവർക്ക് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്താവും അങ്ങനെ. ആ, വേറൊരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും പഠിക്കാൻ പോവാ. അഡ്മിഷനൊക്കെ ശരിയായി. എനിക്ക് എന്തോ ഒരു സന്തോഷമായെന്നോ. ഇതിനൊക്കെ ഇവരുടെ എങ്ങനെയാ അമ്മേ ഞാൻ നന്ദി പറയേണ്ടത്? എന്തായാലും ഇത്രയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ക്ലാസ് കഴിയുമ്പോൾ പോവാനൊരു പാർട്ട് ടൈം ജോലി കൂടി നോക്കണം. ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അല്ലെങ്കിലും എന്തു ബദ്ധര പുറത്താ അവർ ഇതിനേക്ക് ചെയ്തു തരുന്നത്. എന്തായാലും മഹിയച്ഛനോട് പറയണം. അമ്മയോട് പറയുന്ന പോലെ അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനവൾക്ക് ഉത്തരമെന്ന പോലെ ചിമ്മി കാണിച്ചു കൊണ്ടിരുന്നു നക്ഷത്രം. അങ്ങനെ പറഞ്ഞ് ശിവ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി.
അതേസമയം സൗദാമിനിയുടെ മുറിയിൽ സംസാരിക്കുവാണ് അവരും ഭർത്താവും അവരുടെ മോനും. അമ്മേ, നാളെയെങ്കിലും ആ കിഴവനോട് കാര്യങ്ങൾ പറയണം. പ്രദീപ് പറഞ്ഞതും പത്മനാഭൻ തന്റെ ഭാര്യയെ നോക്കി. സൗദേ, ഇവിടെ അധികം നമുക്ക് നിൽക്കാൻ കഴിയില്ല. എത്രയും വേഗം അളിയനോട് കാര്യങ്ങൾ പറയണം. അയാൾ കൂടി പറഞ്ഞതും സൗദാമിനി അയാൾ നോക്കി. അച്ഛനും മോനും ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാനാ ഏട്ടൻ്റെ മുന്നിൽ നാടൻ കെടുന്നത്. സൗദാമിനി പറഞ്ഞതും അവരെ നോക്കി. ബിസിനസ് ആവുമ്പോൾ ഇങ്ങനെയാ, അത് ലാഭവും നഷ്ടവുമുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. പത്മനാഭൻ പറഞ്ഞതും സൗദാമിനി ദേഷ്യത്തോട് നോക്കി. ദേ, എന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോ. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സൗദാമിനി പറഞ്ഞതും അയാൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അത് മാത്രമല്ല അമ്മേ, ആ പെണ്ണ് അവളെ ഇവിടെ നിർത്തുന്നത് നല്ലതല്ല. കണ്ണൻ അവളോട് എന്തോ ഉണ്ട്, അത് നല്ലതല്ല. ആ ചെക്കൻ ഇനി എങ്ങാനും ആ പെണ്ണിനെ കെട്ടിയാൽ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ വെറുതെയാവും. പ്രദീപ് പറഞ്ഞു. ഞാനും അത് ആലോചിക്കാതെ ഇരുന്നില്ല. എല്ലാവരും അവളെ തലയിൽ കെട്ടി വെച്ചേക്കുമല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടില്ല. എന്തായാലും നാളെ ഏട്ടനോട് പവിത്രയുടെയും കണ്ണൻ്റെയും കാര്യം ഒന്ന് സൂചിപ്പിക്കണം. സൗദാമിനി പറഞ്ഞതും പ്രദീപിന്റെ മുഖം തെളിഞ്ഞു. അമ്മേ, ഇന്ന് ശ്രദ്ധിച്ചു ത്രിലോകിന്റെ മാറ്റം? പ്രദീപ് പറഞ്ഞപ്പോഴാണ് അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഞാനും ശ്രദ്ധിച്ചു. അവനെന്തോ മാറ്റം പോലെ. ഇന്ന് തന്നെ കണ്ടില്ലേ, അവൻ ഹേമയെ അമ്മയെന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ പോലും അവൻ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുമാത്രമല്ല, അവൻ ആ പെണ്ണിൽ ഒരു നോട്ടമുണ്ട്. സൗദാമിനി പറഞ്ഞു. അച്ചമ്മ പറഞ്ഞത് ശരിയാ, അവൻ അവളിൽ ഒരു നോട്ടമുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് വന്നുകൊണ്ട് പ്രണവ് പറഞ്ഞു. പക്ഷേ അങ്ങനെ അങ്ങ് അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വേണം അവളെ. ഷിവയുടെ മുഖം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു ഉന്മാദിയെ പോലെ പറഞ്ഞു അവൻ. എന്താടാ, അവളെ അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നുണ്ടല്ലോ. ഒരു വഷളം ചിരിയോടെ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പ്രദീപ് ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. അവളെ കണ്ടാൽ ആർക്കാ അച്ഛാ പിടിക്കാത്തത്? ഓ, ഇതുവരെ ഞാൻ അറിഞ്ഞ പെണ്ണുങ്ങളൊന്നും ഒന്നുമല്ല. ഇവളാണ് അച്ഛാ പെണ്ണ്, ഒരു കടഞ്ഞെടുത്ത ശില്പം പോലെ. ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പ്രദീപ് ഒന്ന് ചിരിച്ചു. ഡാ മോനെ, പതുക്കെ മതി. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ളവർക്ക് നിന്റെ മേലൊരു കണ്ണുണ്ട്, അത് ഓർമ്മ വേണം. സൗദാമിനി പറഞ്ഞു. ക്യൂട്ടിപ്പായി. അവൻ്റെ വശ്യതയോടുള്ള സ്വരം കാതിൽ പതിച്ചതും അവളൊന്ന് കുളിർന്നു പോയി. അവൾ പതുക്കെ കണ്ണുകൾ കൊണ്ട് മാത്രം അവനെ നോക്കി. തനിക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നതിനെ കണ്ടതും അവളൊന്ന് വിറച്ചുപോയി. അവൾ ഒന്നുകൂടി ചുവരിലേക്ക് തൻ്റെ അർദ്ധനഗ്നമായ ശരീരം അമർത്തി നിന്നു. അവൻ അവളുടെ തോളിൽ ചുണ്ടുകൾ അമർത്തി. തോളിൽ അവരെ താടി രോമങ്ങൾ സ്പർശിച്ചതും അവൾ കണ്ണുകൾ അടച്ചു. ക്യൂട്ടിപ്പായി, പ്ലീസ്, എനിക്ക് വേണം. അവൻ്റെ വാക്കുകൾ അവളുടെ കവിളുകളെ നാണത്താൽ ചുവപ്പിച്ചു. അത് കണ്ടതും അവൻ അവളെ നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു. അവൻ അവളെ കുനിഞ്ഞു നിന്നു. ഇപ്പോൾ അവൻ്റെ മുഖം അവളുടെ വയറിന് നേരെയാണ്. അവൾ കണ്ണുകൾ താഴ്ത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ തൻ്റെ നേവൽ റിങ്ങിലാണെന്ന് കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ പുഞ്ചിരി മായാൻ അധികം നേരം വന്നില്ല. തൻ്റെ പൂക്കൾ ചുഴിയുടെയും നേവൽ റിങ്ങിൻ്റെയും ചുറ്റും അലഞ്ഞു നടക്കുന്ന അവൻ്റെ നാവിൻ്റെ ചെറുചൂടിൽ അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. അവൻ്റെ നാവിൻ്റെ ചൂടിൽ അവൾ പുലമ്പി. ഒപ്പം അവൾ പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. അവൻ അവളുടെ വയറിൽ പിടിച്ചുകൊണ്ട് അവളുടെ നേവൽ റിങ് അമർത്തി കടിച്ചു ചുംബിച്ചു. അവൾ സീൽക്കാരത്തോടെ അവൻ്റെ മുടിയിൽ പിടിച്ചമർത്തി. അതിന് മറുപടി പറഞ്ഞതും മാറിലമർന്ന അവൻ്റെ കൈത്തലമാണ്. അവൾ ഉയർന്നു പൊങ്ങി. അവൻ മതിയാവളം അവളുടെ വയറിലും നേവൽ റിങ്ങിലും പൊക്കിൽ ചുഴിയിലും കടിച്ചും ചുംബിച്ചും നാവ് കൊണ്ട് ഒഴിഞ്ഞു. അതിനോടൊപ്പം അവൻ്റെ കൈ അവളുടെ മാറിലും. ഒടുവിൽ ഏറെ നേരം കഴിഞ്ഞതും അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. തല ചുമരിൽ അമർത്തി കണ്ണുകൾ അടച്ചു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ രക്തയോട്ടം വർദ്ധിച്ചു. പിന്നെ ഒരു ആലോചനയ്ക്ക് നിൽക്കാതെ അവളുടെ വലതുമാറിലെ നുണഞ്ഞെടുത്തു. അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. തന്നെ നോക്കി നിൽക്കുന്നതിനെ കണ്ടതും അവൾ ഒന്നുകൂടി അവനെ അവളോട് ചേർത്ത് പിടിച്ചു. അതവനിൽ ആവേശം നിറച്ചു. അവനവിടെ അമർത്തി കടിച്ചു. ശിവ മാറിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റു. കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾക്കായില്ല. തൻ്റെ മാറിൽ ഇപ്പോഴും ആ വേദന അനുപ്പെടുന്നതായി അവൾക്ക് തോന്നി. ശിവ നെറ്റിയിൽ വിയർപ്പ് തുടച്ചുകൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴാണ് താൻ അമ്മയോട് സംസാരിച്ച് ഉറങ്ങിപ്പോയത് ഓർത്തത്. അവൾ എഴുന്നേറ്റ് ബാൽക്കണി ഡോർ അടച്ച് റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ കണ്ട സ്വപ്നമായിരുന്നു. അവൾ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. എന്താ മഹാദേവ ഇത്? ആരാ അത്? എന്താ ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്? ഇനിയും പരീക്ഷിക്കല്ലേ മഹാദേവ. തെറ്റായൊരു ചിന്തയും മനസ്സിലേക്ക് വരുത്തല്ലേ. മഹാദേവനോട് പ്രാർത്ഥിച്ചു കിടന്നിട്ടും ശിവയ്ക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ട സ്വപ്നം തെളിമയോടെ വരുന്നു. തിരിഞ്ഞും മറിഞ്ഞും ഒരുവിധം അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ ഇതേ സ്വപ്നം കണ്ട് അസ്വസ്ഥ മനസ്സോടെ ബെഡിലെഴുന്നേറ്റിരിക്കുകയാണ് ത്രിലോക്. കണ്ടത് വെറും ഒരു സ്വപ്നമായി അവന് തോന്നിയില്ല. തൻ്റെ കയ്യിൽ അവളുടെ മാറിൻ്റെ ചൂട് ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ അവന് തോന്നിപ്പോയി. അവളുടെ നേവൽ റിങ് അത് അവനിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി. അതിലുപരി അവരുടെ കണ്ണുകൾ പ്രണയമായിരുന്നു. ഇല്ല, ഇത് വെറും ഒരു സ്വപ്നം മാത്രമാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. വേണ്ട, ഈ ത്രിലോകിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കണ്ടത് മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഷിറ്റ്. ദേഷ്യത്തോട് അടുത്ത് കണ്ട് ടേബിളിൽ ഇരുന്ന ലാമ്പ് അവൻ വലിച്ചെറിഞ്ഞു. എന്നിട്ടും ദേഷ്യം അടങ്ങാതെ അവൻ ബെഡ്ഷീറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞു. സൗണ്ട് പ്രൂഫ് റൂം അതുകൊണ്ട് അകത്ത് എന്ത് നടന്നാലും അത് പുറത്തേക്ക് കേൾക്കില്ല. ഒടുവിൽ കബോർഡ് തുറന്ന്
ബ്ലൂ ലേബിൾ കുപ്പിയെടുത്ത വായിലേക്ക് അമർത്തി. പക്ഷേ അത് ഉള്ളിലേക്ക് ചെന്നിട്ടും അവനൊന്നും മറക്കാൻ കഴിഞ്ഞില്ല. ആ കുപ്പിയിലെ മൊത്തം വായിലേക്ക് അമർത്തി ബെഡിലേക്ക് മലർന്നു കിടന്നു. ആ കിടത്തതിലും അവൻ്റെ നാവിൽ അവനറിയാതെ വന്നുപോയി ക്യൂട്ടിപ്പായി. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ശിവ പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യം ആരും സമ്മതിച്ചില്ല. പിന്നെ ശിവ ഒരു വിധം സമ്മതിച്ചെടുത്തു. വീർ അവൾക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ കഫേയിൽ ജോലി റെഡിയാക്കി കൊടുത്തു. ഈവനിങ് 5 മുതൽ രാത്രി 9 വരെയാണ് സമയം. അത്രയും സമയം നിൽക്കുന്നതുകൊണ്ട് മനുവോ വീറോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇറങ്ങാവോ എന്ന ഓർഡറും കൊടുത്തു. ഈ ദിവസങ്ങളിൽ സൗദാമിനിയും പവിത്രയും കൂടി പല രീതിയിൽ ശിവയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ശിവയൊന്നും തിരിച്ചു പറയാതെ നിൽക്കുമ്പോൾ അവർക്ക് ആവേശം കൂടും. ശിവയെ ഇതാരോടും പറഞ്ഞിട്ടുമില്ല. ത്രിലോകും സിദ്ധുവും പുതിയൊരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കുറവാണ്. രണ്ടുപേരും ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് താമസം. ഇടയ്ക്ക് കണ്ണൻ ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗായി ബിസിയാണ്. വീറാണെങ്കിൽ അവൻ്റെ തിരക്കുകളിൽ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. വേറെയൊന്നുമല്ല, ദ ഗ്രേറ്റ് ജഗന്നാഥ വസിഷ്ഠയുടെയും അരുന്ധതി ജഗന്നാഥ വസിഷ്ഠയുടെയും 60ാം വിവാഹ വാർഷികം. മക്കളും കൊച്ചുമക്കളും അത് അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അവർ തടയാനും പോയില്ല. അമ്മമാർ കിച്ചണിൽ തകർത്ത് പാചകത്തിലാണ്. ഈവനിങ് ആണ് പാർട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗസ്റ്റൊക്കെ അപ്പോഴേ എത്തൂ. അത് മുത്തശ്ശൻ്റെ നിർബന്ധം കൂടിയായിരുന്നു. സൗദാമിനി പിന്നെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കിച്ചണിലൊന്ന് തല കാണിച്ചിട്ട് പോയി. ഇപ്പോൾ എന്തൊക്കെയോ മുഖത്ത് വാരി തേച്ചിരിക്കുവാണ്. ഇനി നമ്മുടെ ശിവയെ നോക്കാം. അമ്മമാരെ സഹായിക്കാൻ ചെന്ന ശിവയെ അവർ ഓടിച്ചു വിട്ടു. ഇപ്പോൾ കുഞ്ചുവും ശിവയും കൂടി മുകളിലെ ഹാളിൽ ഇരിക്കുവാണ്. രണ്ടും കൂടി എന്തോ ഗൂഢാലോചനയാണല്ലോ. ഇതൊന്നും വേണ്ട കുഞ്ചുമോളെ, അവർക്ക് വലുതും പറ്റിയാലോ? കുഞ്ചു പറഞ്ഞത് കേട്ടപ്പോൾ പേടിയോടെ പറഞ്ഞു ശിവ. ഓ എൻ്റെ ശിവചേച്ചി, ഒന്നും പറ്റില്ല. കുറച്ച് നാളായി ഞാനിത് ഓങ്ങി വെച്ചിരിക്കുക. കയ്യിലെ നായ്ക്കരണപ്പൊടി പാക്കറ്റ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ചേച്ചി ഒന്നും ചെയ്യണ്ട. ഞാൻ റൂമിൽ കയറുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തന്നാൽ മതി, ഓക്കെ? കുഞ്ചു പറഞ്ഞതും ശിവ വെറുതെ തലയാട്ടി. എന്നാ ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് കുഞ്ചു അവളുടെ റൂമിലേക്ക് ഓടി. ശിവ ആലോചനയുടെ അവിടെ ഇരുന്നു. അതേസമയം ഒരു കോൾ ചെയ്തുകൊണ്ട് വന്ന പ്രണവ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ശിവയെ കണ്ടതും ഫോൺ കട്ടാക്കി അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. ഒരു തൂണിൽ ചാരി നിൽക്കുവാണ് ശിവ. ഒരു ക്രീം ആൻഡ് ഗ്രീൻ കോംബോ വരുന്ന ധാവണിയാണ് അവളുടെ വേഷം. മുടി പിന്നിട്ട് പുറകിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പ്രണവിഷ്ഠ ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ പിന്നിൽ ചെന്ന് നിന്നു. അവളിൽ നിന്ന് വരുന്ന ഗന്ധം അവൻ ഉള്ളിലേക്ക് എടുത്തു. എന്തോ ഒരു പ്രണയിൽ ശിവ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതും ഒരു ചിരിയോടെ നിൽക്കുന്ന പ്രണവിനെയാണ്. പെട്ടെന്ന് അവൻ അവിടെ കണ്ട പകപ്പിൽ ശിവ പിന്നിലോട്ട് നാഞ്ഞുപോയി. എന്താണ് ശിവകുട്ടി, പേടിച്ചു പോയോ? ശിവയെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് പ്രണവ് ചോദിച്ചു. പക്ഷേ ശിവ അതിന് മറുപടി പറയാതെ കുഞ്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ആ അതെന്ത് പോക്കാ, ഞാൻ ശിവക്കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ? ശിവയുടെ മുന്നിൽ തടസ്സം നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ശിവ പ്രണവിൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നും അവൻ അവളുടെ ഇടത് കയ്യിൽ കയറി പിടിച്ചു. അതെന്താടി, നിനക്ക് കണ്ണനെ മാത്രമേ പറ്റുമോ? അവൻ തരുന്നത് ഞാനും തരാടി. വഷളം ചിരിയോട് പറഞ്ഞതും ശിവ മുഖം തിരിച്ചു. ഛേ! അവനിൽ നിന്ന് കൈ പിടിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ ഒന്നുകൂടി മുറുക്കി. അതോടൊപ്പം അവൾ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. അതുകൂടിയായതും ശിവ തിരിഞ്ഞ് മുട്ടുകൈ കൊണ്ട് അവൻ്റെ വയറിലൊന്ന് കൊടുത്തു. അത് പ്രതീക്ഷിക്കാതെ ഇരുന്നു കൊണ്ട് അവൻ അവളെ വിട്ട് ഒപ്പം വയർ 2 കൈ കൊണ്ട് പിടിച്ചു. ആ സമയം കൊണ്ട് ശിവ അവൻ്റെ മുഖത്തിനിട്ടൊന്ന് കൊടുത്തു. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. മേലാൽ ഇതുപോലെയുള്ള വർത്തമാനം പറഞ്ഞു വന്നാൽ ഇതായിരിക്കില്ല അവസ്ഥ, ഓർത്തോ? ശിവ അവൻ്റെ ദേഷ്യത്തോടെ നോക്കി. അവിടുന്ന് പോയതും പ്രണവിൻ്റെ ഉള്ളിൽ അവളോടുള്ള പകയും ആഗ്രഹവും കൂടി. ഇല്ലടി, ഇതിന് നീ അനുഭവിക്കും, പകയോടെ പ്രണവ് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. ശിവ കുഞ്ചുവിൻ്റെ മുറിയിലേക്ക് പോവാണ്. അവളുടെ മനസ്സിൽ നിറയെ പ്രണവ് പറഞ്ഞതാണ്. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. കണ്ണനോട് ഇത് പറയണമെന്ന് അവൾ തീരുമാനിച്ചു. ആ ചേച്ചി ഇങ്ങോട്ട് വന്നോ? അതെന്തായാലും നന്നായി. വാ നമുക്ക് താഴേക്ക് പോകാം. അങ്ങോട്ട് വന്നുകൊണ്ട് കുഞ്ചു പറഞ്ഞു. ശിവയെ നോക്കിയതും എന്തോ ലോകത്ത് നിൽക്കുന്ന പോലെ കണ്ട് കുഞ്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ശിവേച്ചി, ശിവേച്ചി! കുഞ്ചു ശിവയെ തട്ടി വിളിച്ചപ്പോൾ ശിവ ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി. എന്തു പറ്റി? ഇവിടെയൊന്നുമല്ലല്ലോ. ഇതെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിർത്താതെ അവരൊന്ന് ചോദിക്കുന്നവളെ കണ്ടതും ശിവ അവളുടെ കയ്യിൽ പിടിച്ചു. നിർത്തി നിർത്തി ചോദിക്കൂ കുഞ്ചുമോളെ. ശിവ പറഞ്ഞതും കുഞ്ചു എന്ന് അവളെ നോക്കി. എന്നാ പറ, എന്തോ ഉണ്ട് ഈ മനസ്സിൽ, അത് പറഞ്ഞേ? കുഞ്ചു ചോദിച്ചു. അത് കുഞ്ചുമോളെ, ഞാൻ പറയാം, പക്ഷേ മോൾ വഴക്കിനൊന്നും പോകരുത്, ശിവ പറഞ്ഞു. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ട്. ആദ്യം പറ, എന്നിട്ട് ആലോചിക്കാം പ്രശ്നമുണ്ടാക്കണോ വേണ്ടയോ എന്ന്. കുഞ്ചു പറഞ്ഞതും ശിവ അവളെ ദയനീയമായി നോക്കി. ഓ ശരി, ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകുന്നില്ല, ഇനി പറ. കുഞ്ചു ഉറപ്പ് പറഞ്ഞതും ശിവ നേരത്തെ നടന്ന മുഴുവനും പറഞ്ഞു. ഓരോന്ന് കേൾക്കുമ്പോൾ കുഞ്ചു ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷെ ശിവ അവനിട്ടൊന്ന് കൊടുത്തെന്ന് കേട്ടപ്പോൾ അവൾ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. ഇതെൻ്റെ ചേച്ചി ശിവേച്ചിയല്ല, എൻ്റെ ശിവേച്ചി ഇങ്ങനെയല്ല, കുഞ്ചു അതിശയത്തോടെ പറഞ്ഞു. എന്തായാലും നന്നായി. ശിവേച്ചി ഇതേപോലെ സ്ട്രോങ് ആയി കാര്യങ്ങൾ പറയുകയും നിൽക്കുകയും ചെയ്താൽ മതി. അല്ല, എന്താ തിരിച്ച് പ്രതികരിക്കണമെന്ന് തോന്നിയത്? കുഞ്ചു ആദ്യം അവളോട് പറഞ്ഞു. പിന്നെ ഒരു സംശയത്തോട് ചോദിച്ചു. കൂടെ പിറന്നില്ലെങ്കിലും നിങ്ങളെനിക്ക് കൂടെപ്പിറപ്പുകൾ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഏട്ടനെക്കുറിച്ച് ആവശ്യം ഇല്ലാത്തത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കെന്തോ.
അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ശിവ പറഞ്ഞതും കുഞ്ചു അവിടെ കെട്ടിപ്പിടിച്ചു. വാ നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ചു ശിവയെ കൊണ്ട് താഴേക്ക് പോയി. പക്ഷെ ഇവർ പറയുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുഞ്ചും ശിവയും ആരും കാണാതെ ഹാളിലേക്ക് നടന്നു. ഓരോരുത്തരും അവരുടേതായ തിരക്കിലായിരുന്നു. കുഞ്ചു ചുറ്റിനും ഒന്ന് നോക്കി. പിന്നെ ചാരിയിട്ട് ഡോർ മെല്ലെ തുറന്നു. അപ്പോൾ കണ്ടു ഏതോ ഫേസ് പാക്ക് റെഡിയാക്കുന്ന സൗദാമിനിയെ. ഓ, കുഴിയിലോട്ടിരിക്കുമ്പോഴാണ് അവരുടെ ഒരു ഫേസ് പാക്ക് ശരിയാക്കി തരാൻ തള്ളേ നിങ്ങൾക്ക്. അതും പറഞ്ഞു കുഞ്ചു ശിവയെ നോക്കി. ശിവേച്ചി ഇവിടെ നിന്നാൽ മതി. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ തരണം, ഓക്കെ? ശിവയോട് പറഞ്ഞു കുഞ്ചുമല്ലേ റൂമിലേക്ക് നോക്കി. ബാത്റൂമിലേക്ക് പോകുന്ന സൗദാമിനെ കണ്ടതും കുഞ്ചു ശബ്ദമുണ്ടാകാതെ അകത്തേക്ക് കയറി ചെന്നു. റെഡിയാക്കി വെച്ചിരുന്ന പാക്കിൽ കയ്യിൽ കരുതിയ നായ്ക്കരണ പൊടി അതിലേക്ക് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് സുന്ദരിയാവണമല്ലേ? ആക്കാം, നന്നായിട്ടാക്കാം. ബാത്റൂം ഡോർ തുറക്കാൻ തുടങ്ങിയതും കയ്യിലുണ്ടായിരുന്ന ബാക്കി പൊടി ബെഡിലാകെ വിതറി. പിന്നെ അവിടെ നിന്നില്ല, റൂമിന് വെളിയിലേക്ക് ഓടി. റൂമിന് പുറത്ത് ശിവ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴേക്കും കുഞ്ചു വന്നിരുന്നു. മതി, വന്നേ നമുക്ക് പോകാം. കുഞ്ചു വന്നപ്പോഴേക്കും അവളുടെ കൈയും പിടിച്ച് പോകാൻ തുടങ്ങിയതും കുഞ്ചു ശിവയെ അവിടെ നിർത്തി. പോകാം, അതിനു മുൻപ് കുഞ്ചു കള്ളച്ചിരിയോട് പറഞ്ഞ് അവസാനിപ്പിച്ചതും റൂമിൽ നിന്ന് സൗദാമിനിയുടെ ശബ്ദം കേട്ടു. പടി തുടങ്ങി, എനിക്ക് സന്തോഷം കൂടി ഇരിക്കാൻ വയ്യേ, പാരട്ട തള. അവിടെ കിടന്ന് ചാടി കളിക്കുന്ന കുഞ്ചുവിനെ കൊണ്ട് ശിവ ഒരു വിധത്തിലാണ് മുകളിലേക്ക് ഓടിപ്പോയത്.